ഓപ്പറേഷൻ സിന്ദൂറിനിടെ നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ ആക്രമണത്തിൽ സൈനിക കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചുവെന്നും താവളത്തിലുണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേറ്റിരുന്നുവെന്നും ഇഷാഖ് ദാർ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ തങ്ങളുടെ സൈനിക കേന്ദ്രത്തിനും നാശനഷ്ടങ്ങളുണ്ടായെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ വർഷാവസാന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയതായും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നൂർഖാൻ വ്യോമതാവളമാണ് ഇന്ത്യ ലക്ഷ്യമാക്കിയതെന്നും ഇഷാഖ് ദാർ വെളിപ്പെടുത്തി. ആക്രമണത്തിൽ സൈനിക കേന്ദ്രത്തിന് നാശനഷ്ടമുണ്ടായതായും അവിടെ വിന്യസിച്ചിരുന്ന ചില സൈനികർക്ക് പരിക്കേറ്റതായും പാക് ഉപപ്രധാനമന്ത്രി പറഞ്ഞു. 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞത് 80 ഡ്രോണുകൾ പാകിസ്ഥാൻ അതിർത്തി കടന്നുവെന്നും അവയിൽ 79 എണ്ണം പാകിസ്ഥാൻ സൈന്യം തടഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഒരു ഡ്രോൺ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് സൈനിക കേന്ദ്രത്തിൽ പതിച്ചതായും അതാണ് പരിക്കുകൾക്ക് കാരണമായതെന്നും ധാർ വിശദീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ മെയ് 9 രാത്രി ഉന്നതതല യോഗം ചേർന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. നൂർഖാൻ വ്യോമതാവളത്തെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ നടപടിയാണെന്ന് ധാർ ആരോപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.